എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന IPL ഒരു അടിപൊളി കളി കേട്ടോ. ഇന്നത്തെ റോയൽ ചലഞ്ച് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും, വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുത്ത് സഞ്ജു സാംസണും. സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവിടെ അത്രയ്ക്കൊരു സന്തോഷമില്ല. കഴിഞ്ഞ 2 കളികളും 2 അക്കം പോലും സഞ്ജുവിന് കടക്കാൻ സാധിച്ചില്ല. വേൾഡ് കപ്പിലെ മിന്നുന്ന പെർഫോമൻസ് IPL ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞേട്ടോ. അതിന് മിക്കവാറും ഇന്ന് പകരം വീട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 1-ൽ പിഴച്ച 3 പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ പറഞ്ഞിടത്തോളം ആദ്യത്തെ കളി രാജസ്ഥാനായിട്ട് തോറ്റു. അതിലെല്ലാവരും ഫ്ലോപ്പായിരുന്നു. ആരും നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കളിയിൽ ശരിയാ, സഞ്ജു ഫോമായില്ല, ക്യാപ്റ്റനും വലിയ കാര്യമായിട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷേ 209 എന്ന് പറയുന്ന നല്ലൊരു സ്കോർ എടുത്തെങ്കിലും കളി തോറ്റു. അവിടെ നമുക്ക് സഞ്ജുവിനെ കുറ്റം പറയാൻ പറ്റില്ല. സഞ്ജു മാത്രം കളിക്കാത്തതുകൊണ്ടല്ല കളി തോറ്റേ, മൊത്തത്തിൽ ടീമിൻ്റെ പെർഫോമൻസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും സഞ്ജു എന്നുള്ളൊരു ഒരാളെ ടീമിലുള്ളത് കൊണ്ട് എല്ലാവരും സഞ്ജുവിനെ പൊങ്കാലിടാൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മലയാളീസായിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ. അത് പോട്ടെ, ആ ഒരു കളി സഞ്ജു സെഞ്ചുറി അടിച്ച് നല്ല പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറ്റം പറയുന്നവരൊക്കെ വീണ്ടും തിരിച്ചു വരും. പക്ഷേ ഇന്നത്തെ കളി സഞ്ജു ഫോമായി കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയും കൂടി വേണം ഓപ്പോസിറ്റ് നിൽക്കണേ. അതുകൊണ്ട് ഇന്നത്തെ കളിയിൽ ഒരു അടിപൊളി കളിയായിരിക്കും കേട്ടോ. അങ്ങനെ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കണേ. നടന്നിട്ടുണ്ടെങ്കിലേ സംഭവം പൊളിയായിരിക്കും. ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൽ സഞ്ജുവിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ആയിരിക്കും.